ഇത് കണ്ട ഹൈവേ ആണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും ഇത് ഹൈവേ ആണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി 7 മീറ്റർ വീതിയുള്ള ഈ വഴിക്കുള്ളിൽ ഒരു 50 മീറ്റർ, വെറും 50 മീറ്റർ ചെല്ലുമ്പോഴാണ് ഈ കാണുന്ന 2000 സ്ക്വയർ ഫീറ്റ് പുതുപുത്തൻ ബ്രാൻഡഡ് വീട്. അത് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. അതായത് 2 ലോറി പോകാനുള്ള വീതിയുണ്ട് ഫ്രണ്ടിലെ വഴിക്ക്. ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഞാൻ ഒരേ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞുതരാം. കണ്ടോ, വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 3 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക, അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റ് ഉണ്ട്, കാരണം ഇതേ കൊടുത്ത് അടിപൊളി വീടുകൾ ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് വരുമ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2 ഗേറ്റ് ഉണ്ട് ഈ വീടിന്. കാരണം എല്ലാ സൗകര്യവും, ഷോപ്പിംഗ് കോംപ്ലക്സും മാളും സ്കൂളും എല്ലാം അടുത്തടുത്തുണ്ട്. ഹോസ്പിറ്റലടക്കം എല്ലാ ഫെസിലിറ്റിയും ഈ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. കണ്ടേ, ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇറ്റാലിയൻ മാർബിളാണ് ഫിനിഷ് ചെയ്തേക്കണം. ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇറ്റാലിയൻ മാർബിളൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് ഇതോട്ട് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഒരു 500 രൂപ ചിലവാണ്. പിന്നെ അതേ ഇതിൻ്റെ വാളൊക്കെ കംപ്ലീറ്റ് ഉണ്ട്, സ്റ്റീലിൻ്റെ റാഡൊക്കെ ഓടിച്ചല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോറ് കംപ്ലീറ്റ് തേക്കാണ്. ഈ ലോക്ക് കണ്ട, ഇത് ഡിജിറ്റൽ ലോക്കാണ്, ഫിംഗർ പ്രിൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നും മൊബൈലിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഫെസിലിറ്റിയൊക്കെ. താഴത്തെ ടൈല് 6x4 സൈസാണ്, അതായത് 24 സ്ക്വയർ ഫീറ്റ് വരും ഒരു ടൈല്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. കണ്ട, അത്യാവശ്യം നല്ല സ്പേസുള്ള ലിവിങ് ഏരിയ. ഇതാണ് നിങ്ങളുടെ TV യൂണിറ്റ്. ഇത് നമുക്ക് തിരിക്കാൻ പറ്റും. അത് നമുക്ക് ഡൈനിങ് റൂമിലിരുന്നും ഹാളിലിരുന്നും കാണാം, ലിവിങ് റൂമിലിരുന്ന് TV കാണാം. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. കണ്ട, ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി. ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാനും ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ഒരു സാധനവും ലോക്കലില്ല, എല്ലാനും ബ്രാൻഡഡ് മെറ്റീരിയലാണ്. അതിൻ്റെ എല്ലാനും ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റും. അത്രയും സെറ്റപ്പാണ്. ഇനി ഈ വീടിനുള്ളത് ഓപ്പൺ കിച്ചനാണ്. കണ്ട, ഓപ്പൺ കിച്ചൻ്റെ ഒരു സെറ്റപ്പ് നോക്കി. കണ്ട, നല്ല സൂപ്പർ ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വീട്, എല്ലാ സൗകര്യവും അടുത്തുള്ള നല്ല സൂപ്പർ ഒരു വീട് തന്നെ പറയും ഇതിന്. കാരണം ഇത് എത്ര പറഞ്ഞിട്ട് എനിക്ക് വാക്കുകൾ കിട്ടണില്ല. കാരണം ഈ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീട് ഇഷ്ടപ്പെടാണ്ട് പോകില്ല. അതേ കൂട്ട് എല്ലാ സൗകര്യമുള്ളൊരു വീട്. കാരണം ഇതിൻ്റെ കിച്ചൻ നോക്കി, ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നോക്കിക്കോ. ഈ വീട്ടിൽ കംപ്ലീറ്റ് തേക്കാണ്, തടി കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചേക്കണം. കണ്ടോ, ഇതാണ് നിങ്ങളുടെ കിച്ചൻ ക്യാബിന്. ഇതിൻ്റെ ടോപ്പ് ഇട്ടേക്കണതൊക്കെ കംപ്ലീറ്റ് നാനോ വൈറ്റാണ്, വൈറ്റ് കളറിലാണ് ഫിനിഷ് ചെയ്തേക്കണം. കണ്ടോ, ഹോബിൻ്റെ ചിമ്മിനിയാണ് ഫിറ്റ് ചെയ്തേക്കണം. പിന്നെ നമുക്കിനി ഒരേ കാഴ്ചകളായിട്ട് കാണാം. ഇതിൻ്റെ വാൾപേപ്പറൊക്കെ അതുവരെയും ബ്രാൻഡഡാണ്. എല്ലാ ഐറ്റംസും പക്ക ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കണം. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയയിലൊരു ഷോ വാള്. പിന്നെ ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കി. കണ്ട, എല്ലാം കൊണ്ടും നല്ല അടിപൊളി വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വീടാണിത്. ഇനി ഇതിൻ്റെ റൂമുകൾ നിങ്ങൾ കണ്ടോ, റൂമും എല്ലാനും നല്ല VIP സെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ VIP സെറ്റാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറ. ഉണ്ട, ഇത് കണ്ട, ഇതാണ് നിങ്ങളുടെ ബെഡ്റൂമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതേ കൂട്ട് തന്നെ നല്ല ലുക്കിൽ, അതായത് നല്ല പൈസ മുടക്കിയ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം. അതായത് ഒരു ലോക്കൽ സെറ്റപ്പ് ഈ വീട്ടിലില്ല. കണ്ട, ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള സൂപ്പർ കബോർഡാണ് ഇതിനും കൊടുത്തേക്കണം. ഇത് നിങ്ങളുടെ ബാത്റൂമാണ്. ബാത്റൂമൊക്കെ എന്ന് വെച്ചാൽ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ്. കണ്ട, ഇതെല്ലാനും അതാണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ, ലക്ഷറി ലുക്കൊരു വീടാണ്. ഇതിൻ്റെ മുകളിലത്തെ നില എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരും. അത്രയും ഗ്രാൻഡായിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കണം. ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അതിനും ഇതുപോലെ തന്നെ നല്ല കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതേപോലെ തന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എല്ലാം നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തേക്കണം. എല്ലാം അത് 4 ബെഡ്റൂമുണ്ട്. 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ ഒരു സ്റ്റഡി റൂമും, അതാണ് ഈ വീടിനുള്ളത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം.
ബെഡ്റൂമിൻ്റെയും അതിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് വേണ്ട. അതായത് നല്ല പക്കാ ലുക്കിലാണ് എല്ലാ സാധനവും ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ സ്റ്റെയർ കേസൊക്കെ കംപ്ലീറ്റ് തേക്കിൻ്റെ തടിയാണ് ഉപയോഗിച്ചേക്കണം. കണ്ടാ, തേക്കിൻ്റെ തടിയാണ് സ്റ്റെപ്പിന് ഉപയോഗിച്ചേക്കണം. കണ്ടാ, എന്താ ഒരു ലുക്ക് നോക്കി. സൈഡൊക്കെ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ്. ഹാൻഡ് റെയിൽ ടഫ് ആൻഡ് ഗ്ലാസും തേക്കിൻ്റെ ഹാൻഡ് റെയിലും എല്ലാം. അതായത് ഈ വീട് വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില തൃപ്പൂണിത്തുറയല്ലേ, ഹൈവേ സൈഡിൽ തന്നെ 50 മീറ്ററേ ഉള്ളൂ. ഇവരുടെ വീടിൻ്റെ പുറത്തിറങ്ങി നോക്കിയാൽ ഹൈവേ കാണാം. ഈ വീടിന് ഉദ്ദേശിക്കണം 1,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ സ്ഥലത്തിന് തന്നെ നല്ലൊരു വിലയുണ്ട്. അപ്പോൾ ടൗണിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20-25 ഒരു സെൻറ്റിൻ്റെ വില. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി കുറയും. പക്ഷെ എന്നാലും വലിയ വില വ്യത്യാസമൊന്നും വരില്ല. അത്രയും നല്ലൊരു ഏരിയയിലാണ്. ഇതിൻ്റെയൊക്കെ ഷോ വാളും കാര്യങ്ങളും ഒരേ ബെഡ്റൂമിനും അതേ കൂടി ഉണ്ടാവും. നല്ല ഗ്രാൻഡായിട്ടാണ് വാൾപേപ്പറും കാര്യങ്ങളെല്ലാം കൊടുത്ത് സീലിംഗ് വർക്കും കബോർഡും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് നല്ല സെറ്റാക്കിയേക്കുന്ന ഒരു വീടാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 5 റൂം, അതിൽ 1 സ്റ്റഡി റൂം, 4 ബെഡ്റൂമും. ഇത്രയും സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീട് ഒന്ന് കാണാം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ഒരു ഗ്രാൻഡ് ഏരിയയാണിത്. അത് നല്ല നല്ല വീടുകൾ മാത്രമുള്ളൂ ഇവിടെ ഉള്ള എല്ലാം നല്ല ഫെസിലിറ്റി ഉള്ള വീടുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. അതായത് നല്ല ചുറ്റുപാടാണ് സാരം. തൊട്ടടുത്ത് തന്നെ അതായത് ചോയ്സ് സ്കൂളുണ്ട്, അങ്ങനെ വലിയ വലിയ സ്കൂളുകൾ ഒരുപാടുണ്ട്, ഹോസ്പിറ്റൽ, അങ്ങനെ തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കണ്ടോ, ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടല്ലോ, എല്ലാം പക്കയാണ്. ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ഉപയോഗിച്ചേക്കണ മെറ്റീരിയലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. കണ്ടോ, അതേകൂട്ട് തന്നെ ഇനി ഒരു ബാൽക്കണി ഉണ്ട്, ഓപ്പൺ ടെറസ് ഉണ്ട്. മുകളിലത്തെ ഒരു ഹാളാണിത്. ഇനി ഇവിടെ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ ബാൽക്കണി ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റുപാടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീടുകൾ ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ട, റോഡ് കണ്ട, 2 ലോറി വേണം. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ, എല്ലാം നല്ല ഗ്രാൻഡ് വീടുകളാണ്. അതൊരു VIP ഏരിയയാണിത്. അപ്പോൾ ഈ വീട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സ്റ്റഡി റൂം. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ തുണിയൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ അലക്കി ഉണക്കാനിടാനൊക്കെ ഈ ഒരു ഭാഗം ഉപയോഗിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതേകൂടെ തന്നെ കുറേ വീടുകൾ പണിത്, അതായത് ആൾക്കാർ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്.